ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സെബ്ലാസ് ഡയറി. എല്ലാവർക്കും ആദ്യം തന്നെ ബിലേറ്റഡ് ഈദ് മുബാറക്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഒരു സാധാരണ ബത്തയ്ക്ക് എങ്ങനെ ഒരു മണവാട്ടിയാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പം അതിന് മെയിനായിട്ട് ആവശ്യമുള്ളത് കുറച്ച് ഫ്രൂട്ട്സ് ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് പോകെ പോകെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്കൊരു ബത്തയ്ക്കാണ് വേണ്ടത്. ഒരു ബത്തക്ക ഞാനിവിടെ രണ്ടായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ വീട്ടിലെ ആളുകൾക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പീസ് എടുക്കാം. ഞാനിവിടെ ഒരു പീസ് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ആ ഒരു പീസിൻ്റെ ഒരു ബത്തക്കയുടെ ഉള്ളിലെ കംപ്ലീറ്റ് പൾപ്പ് നമ്മൾ മറ്റൊരു ബോളിലേക്ക് ആദ്യം മാറ്റിയെടുക്കണം. മെയിനായിട്ട് നമുക്കിതിൻ്റെ ബേസാണ് ആവശ്യമുള്ളത്. ഈ ഒരു ബത്തക്കയെ മണവാട്ടിയാക്കി എടുക്കുന്നതിന് ബേസാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അപ്പം ഈ ഒരു ബേസ് കിട്ടിയാൽ നമുക്കതൊരു ബോൾ പോലെ ആവും നമ്മുടെ ഈ ബത്തക്ക. അപ്പം അതിലേക്കാണ് നമ്മൾ നമ്മുടെ ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ ചെയ്യാൻ പോകുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഞങ്ങളുടെ ഈദിൻ്റെ അന്ന് തന്നെ അപ്ലോഡ് ആവേണ്ടതായിരുന്നു. പക്ഷെ തിരക്ക് കാരണം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. വെരി സോറി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ബേസ് കംപ്ലീറ്റ് ക്ലീനാക്കി എടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പരിപാടി. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ വെറുതെ ചെയ്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പം ഈ ഒരു ബേസ് റെഡി ആയതിനു ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന നമ്മുടെ വാട്ടർമെലൻ്റെ പീസസ് എല്ലാം ആ ബേസിലേക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കോൺഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സ് എന്തൊക്കെയാണോ അത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് പൊമഗ്രാനൈറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഗ്രീൻ ഗ്രേപ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതിനുശേഷം കുറച്ച് ബ്ലാക്ക് ഗ്രേപ്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഷമാം, മാംഗോ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് വീണ്ടും ഞാൻ നേരത്തെ മാറ്റി വെച്ചിരുന്ന വാട്ടർമെലൻ്റെ പീസസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഓറഞ്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗ്രീൻ ആപ്പിൾ വെച്ചിട്ട് ഞാൻ വീണ്ടും സൈഡ് കുറച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതെല്ലാം ഓപ്ഷണലാണ്. നിങ്ങളുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഗ്രീൻ ആപ്പിൾ വെച്ച് സൈഡെല്ലാം ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ മേലേക്ക് വീണ്ടും കുറച്ച് ആപ്പിളും ഷമാമും ഓറഞ്ചൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ മേലേക്ക് ഫ്രൂട്ട് സലാഡിൻ്റെ ഫ്ലേവറിൽ വരുന്ന ഐസ്ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു 2-3 ഫ്ലേവേഴ്സ് ഓഫ് ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഐസ്ക്രീമിൻ്റെ മേലെ വീണ്ടും ഞാൻ കുറച്ച് കോൺഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് മാംഗോ ഫ്ലേവറിൻ്റെ ഐസ്ക്രീം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാംഗോ ഫ്ലേവർ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെതുണ്ട്, അത് കഴിഞ്ഞിട്ട് വാനില ഫ്ലേവറിൽ വരുന്നതുണ്ട്. ഈ ഐസ്ക്രീമൊക്കെ ഓപ്ഷണൽ ആട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പം ഇത് കംപ്ലീറ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു കോൺ ഐസ്ക്രീമിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അതിൻ്റെ കോണും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ടൂത്ത് പിക്കിൽ കുറച്ച് ഗ്രീൻ ഗ്രേപ്സും ബ്ലാക്ക് ഗ്രേപ്സും എല്ലാം ഞാൻ ഇതിൻ്റെ മേലെ കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം. അപ്പം ഈ ഒരു ഡിഷ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മേലേക്ക് കുറച്ച് നമ്മുടെ കാഷ്യൂനട്ടും ബദാമും പിസ്തയും വാൾനട്ടും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഈ ഒരു ഐറ്റത്തിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പം ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു കംപ്ലീറ്റ് ഫാമിലി ഡെസേർട്ടാണ്. നിങ്ങളുടെ വീട്ടിൽ ഇനി ഗ്യാതറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു 4-5 ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയത് കംപ്ലീറ്റ് ആയിട്ട് ഈ ബത്തക്കയിലുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ എല്ലാ വീഡിയോകൾക്കായിട്ടും കാത്തിരിക്കണം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഡിഷാണ്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടം. ഈ കോണൊക്കെ കാണുമ്പോൾ അവരെന്തായാലും ഒരു അതിർപ്പത്തോട് കൂടിയിട്ടായിരിക്കും ഈ ഒരു ഡിഷ് കഴിക്കുന്നുണ്ടാവുക. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ മറ്റുള്ള വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കുക. അതുവരേക്കും എല്ലാവർക്കും മാസലാമ.